Hello students, welcome to Lakshya School Plus. Myself Kabir, your computer application faculty. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് ദി സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. അപ്പൊ ഈ സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഏതൊക്കെ സ്റ്റേജുകളാണ് ഡാറ്റ പ്രോസസ്സിങ്ങിന്? ഒരു 6 സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് സ്റ്റേജ്? ഒന്ന് ഡാറ്റ ക്യാപ്ചറിംഗ് ആണ്. ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡാറ്റ ക്യാപ്ചർ ചെയ്യണം. രണ്ടാമത് എന്ത് ചെയ്യണം? ഇൻപുട്ട് ചെയ്യണം. ക്യാപ്ചർ ചെയ്ത ഡാറ്റയെ കമ്പ്യൂട്ടറിനകത്തേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു, അതിനെ പ്രോസസ് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? പ്രോസസ് ആണ്. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? സ്റ്റോറേജ് ആണ്. അതിന് സ്റ്റോറേജ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഔട്ട്പുട്ട്. അഗൈൻ എന്താണ്? ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എന്താണ്? ഇൻഫർമേഷൻ. ആ കിട്ടിയ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ കൃത്യമായിട്ടും ഈ സ്റ്റെപ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? Capturing of data, input of data, processing of data, storage of data, output of data, distribution of information. ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് ആ കൃത്യമായിട്ടുള്ള അതിന്റെ സ്റ്റേജസ് ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മീനിങ്ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ ഈസ് നോൺ ആസ് ഡാഷ് ആണ്. എന്താണ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ? എന്താണ് പറയാ? മീനിങ് ആയിട്ടുള്ള ഡാറ്റ എന്താണ് പറയാ? ഒന്നുമല്ല. എന്താണ് അതിന് പറയാ? ഇൻഫർമേഷൻ എന്നാണ് പറയാ. എന്താ പറയാ? ഇൻഫർമേഷൻ. ദ പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ ഈസ് നോൺ ആസ് ഇൻഫർമേഷൻ. ദ മീനിങ് ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റയാണ് എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റ റോ ഫാക്ട് ആണ്. അതിനെ പ്രോസസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഇൻഫർമേഷൻ കിട്ടുക എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് സിംബൽസ് യൂസ്ഡ് in a number system. ഒരു നമ്പർ സിസ്റ്റത്തിനകത്ത് എത്ര സിംബൽസ് ഉപയോഗിക്കുന്നുണ്ട്? നമുക്കറിയാം ഒരു നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ, നമ്പർ സിസ്റ്റം ഉണ്ടാവും. ആ നമ്പർ സിസ്റ്റത്തിനകത്ത് എത്ര സിംബൽ ഉപയോഗിക്കുന്നു, അതിനെ ആ നമ്പർ ഓഫ് സിംബൽസിനെ നമ്പർ സിസ്റ്റത്തിന് എന്താണ് പേര് പറയാ? അതിന്റെ പേരാണ് ബേസ് വാല്യൂ അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത്. എന്താ പറയാ? റാഡിക്സ് ഓർ ബേസ് വാല്യൂ എന്നാണ് പറയുക. ദ നമ്പർ ഓഫ് സിംബൽസ് ഇൻ എ നമ്പർ സിസ്റ്റം. ഒരു നമ്പർ സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുന്ന സിംബലുകളുടെ എണ്ണത്തെ എന്താണ് പറയുക? ഇപ്പോ ബൈനറി നമ്പർ സിസ്റ്റം ആണെങ്കിൽ 2 സിംബലേ ഉണ്ടാവുള്ളൂ. 2 സിംബൽ, അതായത് 0, 1. അപ്പോൾ ഇവിടുത്തെ ഇതിന്റെ ബേസ് വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പോൾ അതാണ് മനസ്സിലായല്ലോ. ദ നമ്പർ ഓഫ് സിംബൽസ് ഇൻ എ നമ്പർ സിസ്റ്റം. ഒരു നമ്പർ സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുന്ന സിംബലുകളുടെ എണ്ണത്തെ എന്താണ് പറയാ? ബേസ് വാല്യൂ എന്നാണ് പറയാ, അല്ലെങ്കിൽ റാഡിക്സ് എന്നാണ് പറയാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കമ്പാരിസൺ ബിറ്റ്വീൻ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ദ കമ്പാരിസൺ ബിറ്റ്വീൻ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫർമേഷൻ? അത് തമ്മിലുള്ള കമ്പാരിസൺ. അപ്പൊ ഡാറ്റ എന്ന് പറയുന്നത് റോ ഫാക്ട് ആണ് ആൻഡ് ഫിഗേഴ്സ് ആണ്. ഡാറ്റ ഈസ് റോ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ്. അപ്പോ ഇൻഫർമേഷൻ എന്താണ്? ദ പ്രോസസ്ഡ് ഡാറ്റയാണ് എന്ത് പറയാ? ഇൻഫർമേഷൻ എന്ന് പറയാ. ഡാറ്റ റോ ഫാക്ട് ആണ്, ഫിഗേഴ്സ് അല്ലെ റോ മെറ്റീരിയൽ ആണ്. ഡാറ്റ റോ മെറ്റീരിയൽ ആണെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് എന്ത് ഈ പറയുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അല്ലെ. സിമിലർ ടു റോ മെറ്റീരിയൽ ആണ് ഈ പറയുന്ന ഡാറ്റ എന്ന് പറയുന്നത്. സിമിലർ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ് എന്ത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കനോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ് ആണ്. നമുക്ക് ഒരിക്കലും ഡാറ്റയെ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഇവിടെ ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാനും കഴിയുന്നു. നമ്മുടെ നോളജ് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് എന്ത് ചെയ്യുന്നു? ഡിസിഷൻ എടുക്കാൻ ആര് സഹായിക്കുന്നു? ഈ പറയുന്ന ഇൻഫർമേഷൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് മീനിങ് ഒന്നും ക്ലിയർ സെൻസ് ഒന്നും ആര് തരുന്നില്ല? ഡാറ്റ തരുന്നില്ല. പക്ഷെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മീനിങ് ഫുൾ ഫോമിലാണ് എന്തുണ്ടാവുക? ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. അപ്പൊ ഡാറ്റ റോ ഫാക്ട് ആണ്. പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റയാണ് എന്ത് പറയാ? ഇൻഫർമേഷൻ എന്ന് പറയാ അല്ലെ. റോ മെറ്റീരിയൽ ആണെങ്കിൽ അപ്പുറത്ത് എന്ത് പറയുന്നു? ഫിനിഷ്ഡ് ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റോ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് എന്താണ്? അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തോളൂ. റോ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ആർ നോൺ ആസ്. റോ ഫാക്ട് ആൻഡ് ഫിഗേഴ്സിനെ പറയുന്ന പേരാണ് എന്താ പറയാ? ഡാറ്റ എന്നാണ് പറയാ. റോ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ്. ദ പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റയാണ് നമ്മൾ എന്ത് പറയാ? ഇൻഫർമേഷൻ. അപ്പൊ ഡാറ്റയാണ് റോ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റയാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.